ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ആഗ്രഹിച്ചതെന്താണോ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായി മത്സരങ്ങൾ വിജയിക്കുന്നു. ഇന്ന് നടന്ന മത്സരത്തിൽ ഒഡീഷയെ 1-2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ലൈറ്റ് ഡ്രാമയാണ് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്നിട്ടുള്ളത്. സൂപ്പർ സബ് ആയിക്കൊണ്ട് എത്തിയ മത്യാസ് ഹെർണാണ്ടസിന്റെ ഒരു ഗോളാണ് ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആഷ്ലി വെസ്റ്റ്വുഡ് ഇല്ലായിരുന്നു, പകരം പീറ്റർ ഹാർട്ട്ലി ഉണ്ടായിരുന്നു. മത്സരത്തിന്റെ 12ാമത്തെ മിനിറ്റിൽ തന്നെ വിക്ടർ ബെർത്തോമു കേരള ബ്ലാസ്റ്റേഴ്സിന് ലീഡ് നേടിക്കൊടുത്തു. അതായത് കെവിന്റെ ഒരു ഷോട്ട് ഡിഫ്ലക്റ്റഡ് ആകുന്നു, അത് വിക്ടറിന് ലഭിക്കുന്നു. കൃത്യമായി അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്നു. നല്ല കിടിലൻ ഫിനിഷിംഗ് ആയിരുന്നു. അങ്ങനെയാണ് 12ാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ലീഡ് കണ്ടെത്തിയത്. പക്ഷേ 27ാമത്തെ മിനിറ്റിൽ ഒഡീഷ FC തിരിച്ചടിച്ചു. അതായത് ഹിതേഷിന്റെ ഒരു കിടിലൻ പാസ് വരുന്നു, അത് റഹീം അലി കൃത്യമായി ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ ഒഡീഷ FC തിരിച്ചടിച്ചു. ആദ്യ പകുതിയിൽ രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത്. രണ്ടാം പകുതിയിൽ രണ്ട് ടീമുകളും ആക്രമണങ്ങൾ നടത്തി. പ്രത്യേകിച്ച് അവസാനത്തിലൊക്കെ ഒഡീഷ നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് മത്യാസ് ഹെർണാണ്ടസ് പകരക്കാരനായിക്കൊണ്ട് വരുന്നു. ഉടൻ തന്നെ അദ്ദേഹം ഗോളടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എബിന്റെ കോർണർ കിക്ക് വരുന്നു. അളന്ന് മുറിച്ച ഒരു കോർണർ കിക്കായിരുന്നു. നല്ല ഒരു തകർപ്പൻ ഹെഡറിലൂടെയാണ് മത്യാസ് ഹെർണാണ്ടസ് ഗോൾ നേടിയിട്ടുള്ളത്. മത്സരത്തിന്റെ 93ാമത്തെ മിനിറ്റിലാണ് ഈ ഗോൾ പിറക്കുന്നത്. അതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം നേടുകയായിരുന്നു. പിന്നീട് ഒരു ലൈറ്റ് ഡ്രാമ അവിടെ സംഭവിച്ചു. അതായത് ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കൂടി നേടിയിരുന്നു. കെവിൻ യോക്കാണ് ഗോൾ നേടിയത്. പക്ഷെ അത് ഓഫ് സൈഡ് വിധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ആ ഒരു ഗോൾ തിരിച്ചെടുത്തു എന്നുള്ളതാണ്. പിന്നീട് കെവിൻ യോക്കിന് യെല്ലോ കാർഡ് ലഭിക്കുകയും ചെയ്തു. എന്നാൽ അത് ഓഫ് സൈഡ് ആണോ എന്ന കാര്യത്തിലൊക്കെ പലരും സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തുടർച്ചയായി രണ്ടാമത്തെ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. പോയിന്റ് പട്ടികയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് 9ാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട്. 11 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റുകൾ സ്വന്തമാക്കാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.